ഹായ് ഫ്രണ്ട്സ്, സുഷീസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കിയ അതിൻ്റെ പീരയാണിത്. ഇത് ഞാൻ കുറച്ച് ചേരുവകൾ സവാള, കടുക് താളിച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ ചേർക്കാൻ ടേസ്റ്റ് കിട്ടണം. ഞാൻ പിന്നെ മീട്ടി ചേർക്കും, മീട്ടി ലീഫ് ചേർക്കും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ ചേർക്കാം. ഇതിങ്ങനെ ഒരു കൂട്ടാക്കിയതിന് ശേഷം നന്നായിട്ട് കുഴഞ്ഞൊരു ആയതിന് ശേഷം ഞാൻ നമ്മുടെ ദോശക്കല്ലിൽ മാവ് പരത്തി ഉരട്ടി പോലെ ആക്കിയിട്ട് ഞാനിത് അതിൻ്റെ അകത്തേക്ക് നിറയ്ക്കും. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കും, ഇതുപോലെ ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയം കിട്ടിയില്ലെങ്കിൽ ചെയ്യാറില്ല. അപ്പോൾ ഇന്നിത്തിരി സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ഓക്കെ, അറിയില്ലെങ്കിൽ എനിക്കൊരു സുപ്രഭാതത്തിൽ തോന്നിയൊരു ഐഡിയയാണ്. കാരണം നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ എത്ര നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിൻ്റെ ബീട്രൂട്ടിൻ്റേതായ നല്ല സത്തുണ്ടാവും. അതിൻ്റെ ഗുണങ്ങളൊന്നും പൂർണ്ണമായും നമുക്ക് ആ ജ്യൂസിലൂടെ കിട്ടത്തില്ല. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഞാൻ ചില സമയത്ത് പട്ടിക്ക് ചോറ് വയ്ക്കുമ്പോൾ അവിടെ ചോറിൻ്റെ കൂടെ ഇടും. സമയം കിട്ടുമെങ്കിൽ ഇതുപോലെ അടയുണ്ടാക്കി അതിൻ്റെ അകത്ത് ഞാനിത് കോരി ഫില്ല് ചെയ്ത് അടയായിട്ടുണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചേർക്കാൻ ഇഷ്ടം അതെല്ലാം നിങ്ങൾക്ക് ചേർക്കാം. ഇന്നത് എന്നൊന്നുമില്ല, അതൊക്കെ നമ്മുടെ വീട്ടമ്മമാരുടെ വ്യക്തിപരമായ ഒരു ചോയ്സ്, ഇഷ്ടങ്ങളുമാണ്. നിങ്ങൾക്ക് എന്ത് വേണോ ചേർക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാനിതിനെ അങ്ങ് മടക്കും. ഇങ്ങനെ മടക്കി അടയാക്കി എടുക്കും. ഇതാണ് എൻ്റെ. എന്നിട്ട് അടച്ചു കൊടുക്കണം. ഇത്തിരി ആവിയിലിരുന്ന് വേണമെങ്കിൽ അടച്ചു കൊടുക്കണം, എന്നാലേ എൻ്റെ ഉള്ളിലുള്ളതെല്ലാം നന്നായിട്ട് വേവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേ.